ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായുണ്ട്. ഷഫീദ്, വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, അതിന് എങ്ങനെയാണ് മുന്നൊരുക്കം? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ? അനുജ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല, ഈ ഡേറ്റ് എന്നായിരിക്കും, എത്ര ഘട്ടമായിരിക്കും തെരഞ്ഞെടുപ്പ് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മളെ സംബന്ധിച്ച് വലിയ ആകാംക്ഷയായിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ 14 തീയതിയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അത് നവംബർ 21. നാമനിർദ്ദേശ പത്രികയുള്ള സൂക്ഷ്മ പരിശോധന നവംബർ 22. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 21. ഇനി തിരഞ്ഞെടുപ്പ് നടക്കുക 2 ഘട്ടങ്ങളിലായി. ഡിസംബർ 1 ആദ്യഘട്ട തെരഞ്ഞെടുപ്പ്, അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളാണെങ്കിൽ. രണ്ടാം ഘട്ടം ഡിസംബർ 11. അത് വടക്കൻ ജില്ലകളാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ. ഈ വോട്ടെണ്ണൽ നടക്കുന്നത് ഡിസംബർ 13. തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ 18 എന്നുള്ള ക്രമത്തിലാണ് ഇത് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഏതൊക്കെയാണ് ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. 941 ഗ്രാമപഞ്ചായത്തുകളിലെ 17,337 വാർഡുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 2,267 വാർഡുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിലെ 346 വാർഡുകൾ, 86 മുനിസിപ്പാലിറ്റിയിലെ 3,205 വാർഡുകൾ, 6 കോർപ്പറേഷനുകളിലെ 421 വാർഡുകൾ അടക്കം ആകെ 23,576 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. വോട്ടേഴ്സ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലെയും വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 1,34,34,470 പുരുഷ വോട്ടർമാർ, 1,50,11,010 സ്ത്രീ വോട്ടർമാർ, അങ്ങനെ ആകെ മൊത്തം 2,84,30,761 വോട്ടർമാർ ഇക്കുറി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. കൂടാതെ മറ്റു ചില ക്രമീകരണങ്ങളെ സംബന്ധിച്ചുകൂടി ഇന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രശ്നബാധിത ബൂത്തുകളിൽ അധിക സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, കർശന നിയന്ത്രണങ്ങൾ, കർശന മാധ്യമ നിരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇതിനോടകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ് മുന്നണികൾ. ഇതിനോടകം തന്നെ പ്രചരണം സജീവമാണ്. ഒരു സെമി ഫൈനൽ അതല്ലെങ്കിൽ ഒരു കർട്ടൻ റൈസർ എന്ന അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ പുലർത്തുന്ന ഇടത് ട്രെൻഡ് അത് ഇക്കുറി ആവർത്തിക്കുമോ, അതല്ല പ്രതിപക്ഷം പറയുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം ചർച്ചയാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.